രാത്രിയൊക്കെ ക്ലീനിങ് ദിവസമാണിത്. എൻ്റെ ഫേസ് കണ്ട് ഭയങ്കര ഡള്ളായിട്ടിരിക്കുന്നില്ലേ, കാരണം കൊണ്ടുള്ള വെയിലെല്ലാം കൊണ്ട് കറുത്ത് കരിമണ്ടിയായി കേട്ടോ. ഇവിടെ എല്ലായിടത്തും വൃത്തിയായി കിടക്കുക. പക്ഷെ മെയിനായിട്ട് വൃത്തിയാക്കണം നമ്മളെ ബാൽക്കണിയിൽ എത്ര വൃത്തിയാക്കിയാലും കരിയിൽ കിടക്കും. കരിയിൽ എവിടെ നിന്ന് പറന്ന് വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തൊട്ടപ്പുറത്തും ഇപ്പുറത്തും എല്ലാം നല്ല മഴമാണ്. അപ്പോൾ അവിടെ നിന്ന് പറന്ന് വരുന്നതായിരിക്കും. ആ റംബുട്ടാനാണ് നിൽക്കുന്നത് കേട്ടോ. അവിടെ റംബുട്ടാൻ നമ്മുടെ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ അല്ല, പക്ഷെ നമ്മുടെ ഇപ്പുറത്ത് നിൽക്കുന്നത്, അതുകൊണ്ട് നമ്മുടെയാണ്. ആ റംബുട്ടാൻ എപ്പോഴും ചെറിയ റംബുട്ടാനായിട്ടാണ് കളിക്കുന്നത്. ഇതുവരെ അത് താഴെ വീണിട്ടില്ല, അപ്പുറത്ത് അരിപ്പിച്ചുന്നതും കണ്ടിട്ടില്ല. ഈ ഭാഗത്ത് എങ്ങനെ പൊടി വരുന്നത്, കരിയില വരുന്നത്, എത്ര തൂത്താലും ഇങ്ങനെ തന്നെ വീണ്ടും ആഴ്ച ആകുമ്പോൾ ഇങ്ങനെ തന്നെ ആവും. ഞാനാണെങ്കിൽ കർക്കിടകത്തിൻ്റെ അന്ന് നല്ല രീതിയിൽ കഴുകിയായിരുന്നു. എന്നിട്ട് ഇത് തൂത്താൽ മാത്രം മതി എന്ന് വിചാരിച്ചു. പക്ഷേ വീണ്ടും പായൽ പിടിക്കും. മഴ പെയ്യുമ്പം പായൽ പിടിക്കുമല്ലോ. പിന്നെ ഈ ഗ്രൗട്ട് ബാഗ് ഉണ്ടല്ലോ, അതിൽ നിന്ന് മണ്ണിളക്കി ഒഴുകുന്ന, അപ്പോൾ അവിടെ മൊത്തം പൊടിയാവും. പിന്നെ റോഡ് സൈഡായതുകൊണ്ട് പിന്നെ കരിയിൽ നല്ല രീതിയിൽ പറന്ന് എന്ന് വീഴും. ഒരു കൊട്ട കരിയിലാണ്. ഇനി എത്ര എന്ന് പറഞ്ഞാൽ എത്ര 2 ദിവസം കൂടുമ്പോഴായാലും പോയി നോക്കിക്കഴിഞ്ഞാൽ നല്ല കരിയിലായിരിക്കും. നാളെ തിരുവോണം ആയതുകൊണ്ട് മാത്രം വൃത്തിയാക്കുന്നത്. ഇവിടുത്തെ അമ്മ പറഞ്ഞ് തൂത്താൽ മതി കഴുകണ്ടാന്ന്. എന്നാലും ഞാൻ പിന്നെ ഇത് തൂത്ത് കഴിഞ്ഞ ശേഷം കഴുകാമെന്ന് വിചാരിച്ചു. ഇതെവിടത്തെ എന്തോ നല്ല പൊടിയുണ്ട്. പൊടി പിന്നെ ഞാൻ വിചാരിച്ച് ഈ ഗ്രോത്ത് ബാഗിൽ നിന്ന് വരുന്നതായിരിക്കും പൊടി. എന്നാൽ ഇത്രയും മണ്ണുമല്ല. ഞാനാണെങ്കിൽ ചകിരി മണ്ണ് വെച്ച് അതിനകത്ത് ബീട്രൂട്ടാണ് നട്ടിരിക്കുന്നത്. ഇപ്പോഴത്തെ മുളക്, പക്ഷെ മുളക് വിത്തൊന്നും മുളച്ചില്ല. ഞാൻ നട്ടതുകൊണ്ടാണോ എന്ന് അറിയത്തില്ല. പക്ഷെ ബീട്രൂട്ട് പിന്നെയും കിളിച്ച്, ആ ചെടി ഉണ്ടല്ലോ കിളിച്ചു. വല്ലപ്പോഴും കൂടുമ്പോഴേ ഈ ഭാഗം വൃത്തിയാക്കുന്നത്. ആ ടൈമിൽ നല്ല ആത്മാർത്ഥതയോടെ വൃത്തിയാക്കും. പിന്നെ വേറെ പണിയില്ലല്ലോ, അപ്പം വീഡിയോയും കൂടി എടുക്കാമെന്ന് വിചാരിച്ചു. ഞാൻ ഫസ്റ്റ് ടൈമൊക്കെ വരുമ്പോൾ എനിക്ക് ഭയങ്കര മടിയായിരുന്നു ജോലി ചെയ്യാൻ വേണ്ടി കേട്ടോ. എൻ്റെ വീട്ടിൽ ഞാൻ ചെയ്യുമായിരിക്കും, പക്ഷേ ഇവിടെ എനിക്ക് ചെയ്യാൻ മടിയായിരുന്നു. സ്വന്തം വീട് പോലെ എനിക്ക് തോന്നിയിട്ടില്ലായിരുന്നു. ഇപ്പം എൻ്റെ സ്വന്തം വീടാണ്, അപ്പോൾ എനിക്ക് വൃത്തിയാക്കാൻ തോന്നും. ആദ്യമൊക്കെ നമ്മൾ കല്യാണം കഴിച്ച് വരുമ്പോഴേ പെട്ടെന്ന് നമുക്കതോട് അക്സെപ്റ്റ് ചെയ്യാൻ ഭയങ്കര പാടാണ്. എന്തോ ഒരു മൈൻഡിൽ എന്തോ പോലെ. പക്ഷെ ഇപ്പം അങ്ങനെ ഒന്നുമില്ല, ഇതെൻ്റെ വീട്, അപ്പോൾ ഞാൻ വൃത്തിയാക്കും. അപ്പോഴില്ലാത്തതിൻ്റെ വിഷമമുണ്ട് ഈ ഓണത്തിന്. അപ്പോഴൊന്നും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ജോലിയും ഷെയർ ചെയ്യാമായിരുന്നു, ഫുഡും ഷെയർ ചെയ്യാമായിരുന്നു, എല്ലാം ഷെയർ ചെയ്യാമായിരുന്നു. അപ്പോൾ ഞാൻ വീഡിയോ കോൾ ചെയ്ത് കാണിച്ചായിരുന്നു. അപ്പോഴാ ഞാൻ വൃത്തിയാക്കും, അപ്പോഴാ ജോലിയിൽ നിന്ന്. എല്ലാവരും വീട്ടിൽ ഇതേപോലെ ഓണത്തിന് ഒരുക്കമായിരിക്കും ഇല്ലേ. ഓണത്തിൻ്റെ തലേ ദിവസം എല്ലാവരും വീട്ടിൽ ഭയങ്കര തിരക്കും വൃത്തിയാക്കലും തൂക്കലും എന്ത് പറയുന്നത് വേസ്റ്റൊക്കെ എടുത്ത് മാറ്റൽ, ഇതൊക്കെ തന്നെയാണ് പണി. എല്ലാവരും വീട്ടിൽ സെയിം അവസ്ഥ തന്നെയായിരിക്കും. എൻ്റെ വീട്ടിൽ ഇതൊക്കെ തന്നെയായിരിക്കും. എൻ്റെ ചേച്ചിയുടെ ജോലി ചെയ്യുമായിരിക്കും. കല്യാണത്തിന് മുമ്പിട്ട് എൻ്റെ വീട്ടിൽ ഇരുന്ന സമയത്ത് അയ്യോ പറന്നടന്ന് ഞാൻ, ചേച്ചി, അമ്മ എല്ലാവരും വൃത്തിയാക്കുമായിരുന്നു. അപ്പോൾ ഒരു വൃത്തിയാക്കല ഭയങ്കര ആത്മാർത്ഥത ഓണമാകുമ്പോൾ ഇല്ലേ. ഈ ബാൽക്കണി മാത്രമല്ല, എനിക്ക് റൂമിൻ്റെ ഇപ്പുറത്തൊരു ബാൽക്കണി ഉണ്ട്, അവിടെയും വൃത്തിയാക്കണം. അവിടെ ഇതേപോലെ കുറേ ഗ്രോത്ത് ബാഗിനകത്ത് ഞാൻ കുറേ എന്താ മണലല്ലല്ലോ എന്ത് പറയുന്നത്, ചകിരി മണ്ണ് വാരിയിട്ടിട്ട് വിത്തിട്ടിരിക്കുക. ചിലത് കിളിച്ച് ചിലത് കിളിച്ചില്ല. അവിടെ ഇനി വൃത്തിയാക്കണം. അവിടെ ഞാൻ കൂടുതൽ ഇറങ്ങുന്ന. അവിടെ ഇതേപോലെ എനിക്കൊന്ന് 2-3 ദിവസം കൂടുമ്പോൾ ഞാൻ വൃത്തിയാക്കി. എന്നാലും പൊടി ഇപ്പുറത്തുനിന്ന് ഒരു ചെടിയുടെ ചെറിയ ചെറിയ പൂക്കളുണ്ട്. അത് പൂക്കളല്ല, ചെറിയ മണലിൻ്റെ കണക്കുള്ള, അത് പറന്ന് വന്ന് വീഴും. പൊടി എപ്പോഴും അങ്ങ് പൊടിയായിരിക്കും. അവിടെ ഇനി വൃത്തിയാക്കാനുണ്ട്. ഇത് വൃത്തിയാക്കിയ ശേഷം ഇനി അവിടെ പോയി വൃത്തിയാക്കണം. അതിൻ്റെ ഇടയ്ക്ക് നല്ല രീതിയിൽ വിശക്കുന്നുണ്ട്. അതുകൊണ്ട് ഉച്ചയ്ക്ക് ഫുഡ് അടിച്ചിട്ട് ബാക്കി വൃത്തിയാക്കാമെന്ന് വിചാരിച്ചു. ഉച്ചയ്ക്ക് ഫുഡ് അടിച്ച ശേഷം വന്ന് നോക്കി ഇവിടെ എല്ലാം ഞാൻ വൃത്തിയാക്കിയിട്ടിട്ട് ശേഷം പിന്നെയും കരിയില പറന്ന് വീണ്. അത് ഞാൻ പറക്കിയൊക്കെ കളഞ്ഞു കേട്ടോ. തൂക്കാൻ നിന്നില്ല, പറക്കി കളഞ്ഞു. എന്നെക്കൊണ്ട് ജോലി ചെയ്യിപ്പിക്കുന്നു. ഇതാണ് എൻ്റെ അപ്പോണൻ്റെ അമ്മ കയറി വന്നപ്പോൾ ഞാൻ പറഞ്ഞു എന്നെക്കൊണ്ട് ജോലി ചെയ്യിപ്പിക്കുന്ന അമ്മ അയ്യോ എൻ്റെ വീഡിയോ എടുക്കണോ, എൻ്റെ കോലം എന്നൊക്കെ പറഞ്ഞ് അമ്മ ഓടി. ഭയങ്കര സപ്പോർട്ടാണ് വീഡിയോ ഒക്കെ എടുക്കുന്നതിനകത്ത്. എനിക്കിങ്ങനെ എന്തെങ്കിലും ചെയ്യുമ്പോഴോ ജോലി ചെയ്യുമ്പോഴോ വീഡിയോ എടുക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ ഫോണിനകത്ത് ഇഷ്ടംപോലെ വീഡിയോ ഉണ്ട്. ഞാൻ പാചകം ചെയ്താലും ഇപ്പോൾ എന്ത് ചെയ്താലും ഞാൻ ഫോട്ടോ എടുത്ത് എൻ്റെ വീട്ടിൽ അയച്ചു കൊടുക്കും. എൻ്റെ അമ്മയൊക്കെ ഞെട്ടും, എൻ്റെ മോളാണോ പാചകം ചെയ്തത്, ഇങ്ങനെ ഒരു ചോദ്യമായിരിക്കും. ഞാൻ ഇപ്പം കാണിച്ചത് അപ്പുറത്തെ ബാൽക്കണിയാണ്. അവിടെ വൃത്തിയാക്കി തൂത്ത് ഇവിടെ കഴുകി. ഇവിടെ ഇനി കഴുകിയാലും പായലും ഈ മഴവെള്ളം വീഴുമ്പോൾ പായൽ വീഴും. അപ്പോൾ അപ്പോഴേ അമ്മ അപ്പുറത്ത് നിന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ചുമ്മാ സൂം ചെയ്തെടുത്ത് വീഡിയോ.
പിന്നെ ഇവിടെ എല്ലാം വൃത്തിയാക്കി. അപ്പുറത്തെ ബാൽക്കണി ഞാൻ വൃത്തിയാക്കി, കഴുകി. ഇവിടെ അപ്പുറത്ത് പിന്നെ കഴുകിയില്ല, കാരണം കഴുകിയാലും വെള്ളം അവിടെ കെട്ടിക്കിടക്കും. എൻ്റെ ബീട്രൂട്ട് ചെടിയെ കണ്ടോ, അതിന് എന്തോ ആവുമെന്ന് അറിയത്തില്ല, കിളിച്ച് വന്നാൽ വന്ന്, വാടിയാൽ വാടി, അങ്ങനത്തെ ഒരു അവസ്ഥയാണ് ഇപ്പോൾ എൻ്റെ. എനിക്കിവിടെ വൃത്തിയാക്കി കഴിയുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ്, കാരണം അത്രയ്ക്കും പൊടി അടിച്ച് പായലടിച്ച് കിടക്കുന്ന സ്ഥലമാണ്. ഞാൻ ഈ കുത്തിയിരുന്ന് ചകിരി വെച്ച് ഉരച്ച് വൃത്തിയാക്കുന്നത്. ഇപ്പുറത്തെ ഇത് കണ്ട അവിടെ വെള്ളം കിടക്കുന്നിടത്തൊക്കെ ഈ വെള്ളം ഭിത്തിന് വെള്ളം ഒലിക്കുന്നതാണ്. അതും കൂടാതെ ഈ പച്ച കളറ് വീണ് കിടക്കുന്ന പറഞ്ഞാൽ മഴവെള്ളം വീണ് ആ ചാക്കിൽ നിന്ന് പൊടിയൊക്കെ ഇറങ്ങി, എന്ന് വെച്ചാൽ ആ ഒരു വളത്തിൻ്റെ ഒക്കെ ഇത് വീഴുന്നത്. ഇതെൻ്റെ ചീര ഇതുവരെയായിട്ടും കിളിച്ചില്ല, അത്രയും താടിയിൽ തന്നെ നിൽക്കുന്നോള്. പിന്നെ തക്കാളി വിത്തുണ്ടായിരുന്നു, ആ തക്കാളി മാത്രം കിളിച്ചെന്ന് തോന്നുന്നു. ഇതൊക്കെ ഇനി മാറ്റി വലുതായിട്ട് കിളിക്കോ ഇല്ലയോ എന്ന് എനിക്കൊന്നും അറിയത്തില്ല, പക്ഷേ ഞാൻ ശ്രമിക്കുകയാണ്. പിന്നെ ഈ റൂമും കാര്യങ്ങളൊക്കെ വൃത്തിയാക്കി. ഇതാണ് എൻ്റെ അപ്പോണിൻ്റെ റൂം. അപ്പോണിൻ്റെ ആയിരുന്നു, ഇപ്പം എൻ്റെ അപ്പോണിൻ്റെ റൂമായി. പിന്നെ ഏകദേശം വീടൊക്കെ വൃത്തിയാക്കി, ഭയങ്കര ഹാപ്പിയായി. നാളെ തിരുവോണമല്ലേ. ഞാനിങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുക. ഞാൻ ഇനി എന്തൊക്കെ ജോലി ചെയ്താലും ഞാൻ വീഡിയോ എടുക്കും. പിന്നെ യൂട്യൂബ് എടുത്ത ശേഷം യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നതേ ഉള്ളൂ, അല്ലെങ്കിൽ എൻ്റെ ഫോണിനകത്ത് സ്റ്റോക്കായിട്ടിരിക്കും. അപ്പോൾ ഇന്നത്തെ ദിവസം ഭയങ്കര ഹാപ്പിയായിരുന്നു. ജോലിയൊക്കെ ചെയ്ത് ക്ഷീണിച്ചതുകൊണ്ട് ഞാൻ സ്വിഗ്ഗിയിൽ നിന്ന് ഒരു ബർഗർ ഓർഡർ ചെയ്ത്, ബർഗറിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കും. ബർഗർ വന്നിട്ട് അത് കഴിക്കണമെന്ന്. അപ്പോൾ എനിക്ക് സമാധാനമാവും, സന്തോഷമാവും. ബർഗറിൻ്റെ കൂടെ തന്നെ ഞാൻ വേറെ എന്തോ ഒരു സ്നാക്സും കൂടി ഓർഡർ ചെയ്ത്, ചിക്കൻ്റെ തന്നെയായത്. എനിക്കത് ഇഷ്ടപ്പെട്ടു. ബർഗറും കുഴപ്പമില്ലായിരുന്നു. ബർഗർ കാണാൻ എന്ത് രസമില്ലേ. ഞങ്ങളുടെ വീടിന് പുറകിൽ വയലാട്ടം, നല്ല രസം. അവിടെ ചെന്ന് ഇരിക്കുമ്പോഴൊക്കെ ഒരു പ്രത്യേക സുഖം. രാവിലെ വൈകുന്നേരത്ത് ഉച്ചയ്ക്കൊന്നും പോയി നോക്കാൻ പറ്റത്തില്ല, കാരണം ഒടുക്കത്തെ ചൂട്. എൻ്റെ പൊന്നോ, ബർഗർ കഴിക്കാം നമുക്ക്. ബർഗർ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ പിന്നെ എനിക്ക് ഒരു കൈ വെച്ച് കഴിക്കാൻ പറ്റത്തില്ല, ക്യാമറ അവിടെ താത്ത് വെച്ചിട്ട് 2 കൈയും വെച്ച് കുത്തിക്കെട്ടി തിന്നെ. ഇവിടെ ഇരുന്ന് എനിക്ക് ഫുഡ് അടിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് വെളിയിൽ ഇരുന്ന് ഫുഡ് അടിക്കാൻ ഭയങ്കര ഇഷ്ടം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബാക്കി ഓണത്തിൻ്റെ വീഡിയോ നാളെ ഇടാം കേട്ടോ. ഓക്കെ, ബൈ ഫ്രണ്ട്സ്.